നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. കെ മാണിയുടെ പിൻഗാമിയെ ചൊല്ലി കേരള കോൺഗ്രസിൽ തർക്കം. മാണി മാറിയാൽ CF തോമസ് മന്ത്രിയാകണമെന്ന് PC ജോർജ്. ജോസ് കെ മാണി പിൻഗാമിയാകില്ല. ആരുടെയും കുടുംബ സ്വത്തല്ല പാർട്ടി. ഒരു കാരണവശാലും വരില്ല. അതിലും എത്രയോ മുതിർന്ന നേതാക്കന്മാർ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. MLA 8 നിൽക്കുക വേറെ. പിന്നെ എന്തിനാ MLA അല്ലാത്ത ഒരു MP പിടിച്ച് മന്ത്രിയാക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. മാണിയുടെ രാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് കേരള കോൺഗ്രസ്. പിൻഗാമി ചർച്ച അനുചിതം. ജോയ് എബ്രഹാമിന്റെ വാർത്താക്കുറിപ്പ് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് PC ജോർജ്. ബാർകോഴ ആരോപണത്തെ പുച്ഛിച്ച് തള്ളുന്നുവെന്ന് KM മാണി. വല്ലയിടത്തും വല്ലവരും വല്ലതും പറയുന്നതിൽ കാര്യമില്ല. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പരമ്പര. തലസ്ഥാനത്ത് യുവമോർച്ച മാർച്ചിൽ സംഘർഷം. പാലായിൽ LDF ഹർത്താൽ. മാണി മുഖ്യമന്ത്രിയാകുന്നത് തടഞ്ഞതിൽ അഭിമാനമെന്ന് പന്നിൻ. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥിയാകാൻ ബറാക് ഒബാമ നാളെ എത്തും. ദില്ലിയിലെങ്ങും കനത്ത സുരക്ഷ. ആണവരംഗത്തെ സഹകരണവും ഭീകരവിരുദ്ധ പോരാട്ടവും പ്രധാന ചർച്ചയാകും. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി AC മൊയ്തീൻ തുടരും. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കടകംപള്ളി സുരേന്ദ്രൻ തുടരും. തിരുവനന്തപുരം നഗരത്തിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ രാസമാലിന്യം. റിപ്പോർട്ടർ ഇടപെടലിനെ തുടർന്ന് ടാങ്കറുകൾ അധികൃതർ പിടിച്ചെടുത്തു. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. KM മാണിയുടെ മകൻ ജോസ് കെ മാണിയെ ലക്ഷ്യം വെച്ച് സർക്കാർ ചീഫ് PC ജോർജ് വീണ്ടും രംഗത്തെത്തി. പാർട്ടി ആരുടെയും കുടുംബസ്വത്തല്ല. KM മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ മന്ത്രിയാവാൻ മുതിർന്ന നേതാക്കളുണ്ട്. ജോസ് കെ മാണിക്ക് സിന്ദാബാദ് വിളിക്കാനല്ല താൻ കേരള കോൺഗ്രസിലെത്തിയതെന്നും PC ജോർജ് പറഞ്ഞു. ബാർക്കോഴ കേസിൽ KM മാണി മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന ഊഹാപോഹങ്ങൾ സജീവമാക്കി നിർത്തിയാണ് PC ജോർജ് ജോസ് കെ മാണിയുടെ മന്ത്രിപദവി സാധ്യതകൾ തള്ളിയത്. കുടുംബവാഴ്ചയല്ല പാർട്ടിയിലുള്ളത്. ജോസ് കെ മാണി മന്ത്രിയോ പാർട്ടി ചെയർമാനോ ആവില്ല. ഇതിന് യോഗ്യതയുള്ള MLA പാർട്ടിയിലുണ്ട്. ഒരു കാരണവശാലും വരില്ല. അതിലും എത്രയോ മുതിർന്ന നേതാക്കന്മാർ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. MLA 8 നിൽക്കുക വേറെ. പിന്നെ എന്തിനാ MLA അല്ലാത്ത ഒരു MP പിടിച്ച് മന്ത്രിയാക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അത് മാന്യതയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജോസ് കെ മാണിക്ക് സിന്ദാബാദ് വിളിച്ചല്ല താൻ പാർട്ടിയിലെത്തിയത്. ഞാൻ ജോസ് കെ മാണിക്ക് സിന്ദാബാദ് വിളിക്കാമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ചേർന്നിട്ടില്ല. ഞാൻ കേരള കോൺഗ്രസ് സെക്കുലർ, അത് ആരുടെ ഔദാര്യമില്ലാതെ തന്നെ വളർന്നു വന്നവനാണ്. ഒരു രാഷ്ട്രീയ നേതാവും എൻ്റെ ഗോഡ് ഫാദേഴ്സ് ഇല്ല. യൂത്ത് ഫ്രണ്ട് കളിച്ചെടുക്കുന്ന ചെറിയ നേതാവാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ വിരുദ്ധരുള്ളൂ. ആ പാവം അതിനെങ്ങാനും നടക്കട്ടെ. അങ്ങനെ എന്തിനു ചുമ്മാ കുത്തിക്കൊല്ലാൻ നടക്കുന്നത്? ബാർക്കോഴ വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് പറയുന്നവർ പാർട്ടിയുടെ ശത്രുക്കളാണ്. മാണി മുഖ്യമന്ത്രിയാവുന്നത് തടഞ്ഞത് തങ്ങളെന്ന CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രന്റെ അവകാശവാദത്തോട് ഇതായിരുന്നു ജോർജിന്റെ പ്രതികരണം. ഉന്തുവണ്ടി ഇടിച്ച് ആളി ചത്തെന്ന് പറഞ്ഞു പോലെ. റിപ്പോർട്ടർ, കോട്ടയം, പത്തനംതിട്ട. ബാർകോഴ ആരോപണം പുച്ഛിച്ച് തള്ളുന്നുവെന്ന് ധനമന്ത്രി KM മാണി. വല്ലയിടത്തും ഇരുന്ന് വല്ലവരും വല്ലതും പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ചുള്ള ചർച്ചയ്ക്ക് വല്ല കാര്യവുമുണ്ടോ എന്ന് മാണി ചോദിച്ചു. ബാർകോഴ ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിച്ചുവെന്ന PC ജോർജിന്റെ ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മാണി ക്ഷുഭിതനായി പ്രതികരിച്ചത്. ഈ ബാർക്കോഴ എന്ന് പറഞ്ഞ് 85 ദിവസമായല്ലോ. എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലയിടത്തിരുന്ന് വല്ലവരും പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വല്ല കാര്യമുണ്ടോ? ഞാനിത് പുച്ഛിച്ച് തള്ളുന്നു. ജോസ് കെ മാണിക്കെതിരായ PC ജോർജിന്റെ പരാമർശങ്ങൾക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ മറുപടി. മാണിയുടെ രാജിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കണമെന്നതിനെക്കുറിച്ചും PC ജോർജ് നടത്തുന്ന പരാമർശങ്ങളോട് യോജിപ്പില്ല. മാണിയെ വ്യക്തിഹത്യ നടത്തുന്നതിനും അതുവഴി പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിനും ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ പാർട്ടി പ്രവർത്തകർ ചെറുക്കണം. ജോസ് കെ മാണിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് അനാവശ്യവും ഖേദകരവുമാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം MP പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജോയ് എബ്രഹാമിൻ്റെ അഭിപ്രായം പാർട്ടി അഭിപ്രായമല്ല, വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് PC ജോർജ്. താനും കൂടി ഇരിക്കുന്ന കമ്മിറ്റിയിൽ വേണം പാർട്ടി അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ. ജോയ് എബ്രഹാമിന് പാർട്ടി ഓഫീസിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ. പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢകേന്ദ്രങ്ങളെ കണ്ടെത്താൻ തന്നെയാണ് താനും ശ്രമിക്കുന്നതെന്നും PC ജോർജ് പറഞ്ഞു. ജോയ് എബ്രഹാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് ചാർജുള്ള ആളാണ്. ഓഫീസ് ചാർജുള്ള ആളെന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറിമാരുടെ ഒരു ചെറുപ്പം പിന്നിൽ. പക്ഷേ എല്ലാവരും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഞാനത് അംഗീകരിക്കുക. അത് ജോയ് എബ്രഹാമിന്റെ പ്രസ്താവന. പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിൽ ഞാനും കൂടി ഇരുന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് പ്രസ്താവന ഇറക്കുമ്പോൾ അത് പാർട്ടിയുടെ ആവും. ജോയ് എബ്രഹാം, T സിദ്ദിഖ്, VS സുനിൽകുമാർ, PC ജോർജ്,
ജേക്കബ് ജോർജ് എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ജോയ് എബ്രഹാം, ഇത്രയും വലിയൊരു പ്രതിസന്ധി കേരള കോൺഗ്രസ് അഭിമുഖീകരിച്ചിട്ടും പാർട്ടി ഒന്നിച്ചു കൂടിയിരുന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു ഏകദേശ ധാരണയിലെത്തി വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയായിരുന്നില്ലേ വേണ്ടത്? സ്വന്തം നിലയിൽ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാൽ ഇപ്പോൾ പി സി ജോർജ് പറയുന്നത് കേൾക്കേണ്ടി വരില്ലേ? ശ്രീ ജോയ് എബ്രഹാം. നികേഷ്, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ശ്രീ പി സി ജോർജ് കഴിഞ്ഞ 2 ദിവസമായി പി സി ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ശ്രീ കെ എം മാണി സാറിന്റെ രാജിയെക്കുറിച്ച് പാർട്ടിയോ ഞങ്ങൾ ആരും ഒരു തലത്തിലും ആലോചിക്കുകയോ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിലോ ചിന്തയിലോ ഇല്ല. അങ്ങനെ ഇരിക്കെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നെങ്കിൽ മാണി സാറിന്റെ രാജി ആവശ്യപ്പെടുന്നത് അവരുടെ അവകാശമാണ്. നമുക്ക് ആർക്കും അതിനകത്ത് അഭിപ്രായ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ പി സി ജോർജ് അദ്ദേഹം സ്വയം മുന്നോട്ട് വന്ന് അദ്ദേഹം മാണി സാർ രാജിവെക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും മാണി സാർ രാജിവെച്ചാൽ പിന്നീട് പിൻഗാമി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ ശ്രീ പി സി ജോർജ് പറഞ്ഞത് തീർച്ചയായും അനവസരത്തിലായിപ്പോയി എന്ന് ഞാൻ വിനയപുരസ്സരം ഞാൻ പറയുക. പി സി ജോർജ് പറഞ്ഞത് അനവസരത്തിലായി പോയി എന്നൊക്കെ സ്വാഭാവികമായും താങ്കൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഒരു യോഗം വിളിച്ചു ചേർക്കാൻ വിസമ്മതിക്കുന്നത്? അങ്ങനെയല്ലേ വേണ്ടത് കാര്യങ്ങൾ? അത് ആര് പറഞ്ഞു യോഗം ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്? പാർട്ടിയുടെ നയരൂപീകരണത്തിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റി അത് ഉടനെ തന്നെ ചേരുന്നുണ്ട്. UDF വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട UDF യോഗത്തിന് തൊട്ട് മുമ്പോ UDF യോഗം കഴിഞ്ഞോ ആ യോഗം ഉണ്ടാവും. പി സി ജോർജ് തന്നെ പറഞ്ഞതായിട്ട് ഞാനിപ്പോ കേട്ടു. പി സി ജോർജ് പറഞ്ഞു ജോയ് എബ്രഹാത്തിന്റെ അഭിപ്രായം വ്യക്തിപരമാണ്, എനിക്ക് അദ്ദേഹത്തോട് ഒരു പഴക്കമില്ല, ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം സമൂഹത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞു പി സി ജോർജ് ഞാനും കൂടി ഇരുന്നെടുക്കുന്ന കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പൊ ജോർജിന്റെ പാർട്ടിയുടെ ചട്ടക്കൂടിനെ കുറിച്ച് അറിയാം. ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ സമാരാധനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ പി സി ജോർജിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ശ്രീ ജോയ് എബ്രഹാം, നേരത്തെ ശ്രീ ഫ്രാൻസിസ് ജോർജിനെതിരെയൊക്കെ തന്നെയും പാർട്ടിയുടെ അഭിപ്രായം അല്ലാതെ സ്വന്തം അഭിപ്രായം ശ്രീ പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ തന്നെയും കെ എം മാണിയെ പോലുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു. സമാനമായ വിധത്തിൽ ഇപ്പോൾ കെ എം മാണിക്കെതിരെയും ജോസ് കെ മാണിക്കെതിരെയും പി സി ജോർജ് അഭിപ്രായ പ്രകടനം നടത്തുന്നു. ആ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് ഇതാ പാർട്ടി അഭിപ്രായം എന്ന് കെ എം മാണി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫ് പ്രഖ്യാപിക്കുക. പക്ഷെ നിങ്ങൾ യോഗം ചേരാത്തതിന്റെ കാരണം ഈ 8 MLA-മാർ മാണിക്ക് പിന്തുണയുമായി ഉണ്ടാകുമോ എന്ന സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ? എന്റെ നികേഷ്, വല്ല കാര്യമുണ്ടോ? ശ്രീ ബിജു രമേശ് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് പി സി ജോർജിനോട് സ്നേഹവും താല്പര്യമുണ്ട്. കാരണം ശ്രീ ബിജു രമേശിനെ പി സി ജോർജ് പൊളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു ഈ ദിവസങ്ങളിൽ. കേരള കോൺഗ്രസിന്റെ ഒരു നല്ല പോരാളിയായി നിന്നുകൊണ്ട് അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴാണ് ബിജു രമേശിനെ പി സി ജോർജ് പൊളിച്ചെടുക്കുന്നത് കണ്ടത്? ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ബിജു രമേശ് ടെലിഫോണിൽ വിളിച്ചപ്പോ ഞാൻ മാണിയെ പരസ്യമായി എതിർക്കും, പക്ഷെ അതൊന്നും കണക്കാക്കണ്ട, ചേട്ടൻ അറിയാമല്ലോ ഇതെല്ലാം സത്യമാണ് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പി സി ജോർജ് ചിരിക്കുകയാണ് ചെയ്തത്. അതായത് ബിജു രമേശിന്റെ പിന്നിൽ തന്നെ പി സി ജോർജ് ആണോ എന്ന സംശയം ഉണ്ട്. അങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംശയം വ്യക്തിപരമായി എനിക്കില്ല. ഞാനൊന്ന് തുറന്നു പറയാം, അങ്ങനെ ഒരു സംശയം എനിക്കില്ല. ശ്രീ പി സി ജോർജ് ശ്രീ ബിജു രമേശിനെ പൊളിച്ചെടുക്കുന്നത് ഞാൻ മാത്രമല്ല, ഈ പ്രേക്ഷകരെല്ലാവരും കണ്ടതാ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്താ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ശ്രീ കെ മാണി സാറിന്റെ രാജി ആവശ്യമായി വരുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശ്രീ പി സി ജോർജിന്റെ പ്രസ്താവന വന്നത്. ഞാൻ ഇന്ന് പ്രസ്താവന ഇറക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പി സി ജോർജ് പറഞ്ഞത് ശരിയാ, കമ്മിറ്റി കൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ കമ്മിറ്റി എപ്പോഴും കൂടാൻ കഴിഞ്ഞവരില്ല. കമ്മിറ്റി കൂടാൻ പറ്റാത്ത അത്യാവശ്യ സന്ദർഭങ്ങളിൽ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് പാർട്ടിയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും എനിക്ക് പാർട്ടി തന്നിട്ടുണ്ട്. ഞാൻ ഇന്നും ജോർജ് എം പി സ്ഥാനം രാജിവെച്ച് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് ശ്രീ ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം CF തോമസിന് മന്ത്രിസ്ഥാനം ഉറപ്പായി എന്നാണോ? അതെങ്ങനെ പറയാൻ പറ്റും? മാണി സാർ രാജിവെക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. മാണി സാർ രാജിവെച്ചാൽ ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും. മാണി സാർ ഇതിനകം രാജിവെക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ എന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിന് സൗകര്യം ചെയ്യാവുന്നതല്ല. മാണി സാർ രാജിവെച്ചു എന്ന് പറയാം. മാണി സാറിന് എന്താ കാര്യം? അത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ അംഗീകരിക്കാൻ പുള്ളിക്ക് രാജിവെക്കാൻ പറ്റുമോ? രാജിവെക്കണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഞങ്ങൾ ആ കാര്യം ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാൻ മാണി സാർ മാത്രം എന്തിനാണ് രാജിവെക്കുന്നത്?
അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് വലുത്. ആ പാർട്ടിയുടെ തീരുമാനത്തിൽ മാണി സാർ ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാ കാഴ്ചപ്പാട്. CF തോമസിനെ മന്ത്രിയാക്കണമെന്ന് താങ്കൾ പറയാൻ എന്താണ് കാരണം? പാർട്ടിയിൽ താങ്കളെക്കാൾ സീനിയറാണ്, പ്രായം നോക്കിയാൽ സീനിയറാണ്. പക്ഷേ ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനുമാണ് യഥാക്രമം CF തോമസും താങ്കളും. എന്താണ് ഈ ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനും തമ്മിൽ ഇത്ര വലിയ അന്തരം? അന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, എന്നെയൊക്കെ പ്രായം കൂടിയ ആളാണ്. അങ്ങനെ ഇനി എത്ര നാൾ ഇങ്ങനെ ഈ പാർട്ടി പ്രവർത്തനം കൊണ്ട് നടക്കാൻ പറ്റും MLA പണിയും കൊണ്ട്? ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം, ഒരു അവസരം കൊടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ, തീരുമാനം എൻ്റെതല്ലല്ലോ. അത് വരട്ടെ, പാർട്ടി ചർച്ച ചെയ്യട്ടെ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് ഉദാഹരണം പറയാം, ജോയി എബ്രാഹിം MP ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും അംഗീകരിച്ച് എന്താ കാര്യം, ഞാൻ ശരി പറയുന്നവനാണ്, അല്ലാതെ കവളിപ്പീനും അച്ചടവും ഒന്നും എനിക്കില്ല. നികേഷ് മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് ആരോടും ഒരു ബോണ്ടുമില്ല, എനിക്ക് ഒരു ഉത്തരവാദിത്വവും പേറാതെ നിഷ്പക്ഷമായി നീതിപരമായി ഉള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ അതിനകത്ത് ആരെയും വേദനിപ്പിക്കാനോ ആരെയെങ്കിലും ചെറുതാക്കാനോ ആരെയും മോശമാക്കാനോ അല്ല ഞാൻ പറയപ്പോൾ. അതായത് ഇപ്പോൾ അങ്ങനെ ഒരു ഗതികേട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വരിക, മാണി സാർ രാജിവെക്കേണ്ട ഗതികേടുണ്ടായി. അങ്ങനെ വന്നാൽ ഈ പ്രശ്നമുള്ളല്ലോ. അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വർക്കിംഗ് ചെയർമാൻ PG ആയിട്ട് ചർച്ച ചെയ്യണ്ടേ? വൈസ് ചെയർമാനായി ഞാനുണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ, ഞങ്ങളൊക്കെ ചർച്ച ചെയ്യണം. എന്നിട്ട് MLA മാർ എത്ര പ്രഗത്ഭന്മാർ, ഉണ്ണിയാടനെ മോശം, ഇവിടെ ജയരാജൻ MLAക്ക് എന്നാ കുഴപ്പം, ഇവിടെ നമ്മുടെ മോൻസി ജോസഫിന് എന്നാ കുഴപ്പം, TVക്കുള്ള മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളേ കുഴപ്പം എന്താ? നമ്മുടെ റോഷി അഗസ്റ്റിൻ എത്ര കൊല്ലമായി KIC പ്രസിഡൻ്റായി നടന്നതല്ലേ റോഷി അഗസ്റ്റിൻ. ഇതുപോലെ എത്രയോ MLA മാരുണ്ട്. അവരെല്ലാം ആയി കഴിഞ്ഞല്ലേ MBA അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, വേറെ കാര്യമൊന്നുമില്ല. ദയവായി തുടരുക. CF തോമസ്, കെ മാണി രാജിവെക്കുകയാണെങ്കിൽ താങ്കളായിരിക്കണം മന്ത്രി എന്നാണ് ശ്രീ PC ജോർജ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ വരിക? ഞാനിപ്പോഴേ ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ സംസ്ഥാനത്തില്ലല്ലോ. കാരണം കേരളത്തിൽ KM മാണി സാർ ഇപ്പോൾ ധനകാര്യമന്ത്രിയായിട്ട് തന്നെ തുടരണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ അഭിപ്രായം. അത് തന്നെയാണ് ഇന്ന് PC ജോർജ് ആണെങ്കിൽ ഞാൻ എല്ലാ ചർച്ചകളും കേട്ടു. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ അഭിപ്രായങ്ങൾ രാജിവെക്കുകയാണെങ്കിൽ എന്നതെന്നുള്ള പറഞ്ഞ കാര്യങ്ങളും കേട്ടു. പക്ഷെ അദ്ദേഹം തുടങ്ങിയത് പല ചാനലിലും അദ്ദേഹം തുടങ്ങിയത് രാജിവെക്കേണ്ടതായ ഒരു സാഹചര്യവും ഇന്നില്ല എന്ന് തന്നെയാണ് PC ജോർജ് എല്ലാവരോടും പ്രതികരണം തുടങ്ങിയത്. അപ്പം ഞാൻ പറയുന്നത് അത് തന്നെയാണ്, ഇപ്പൊ അങ്ങനത്തെ സാഹചര്യം. പക്ഷേ വലിയ തോതിലുള്ള പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിരിക്കുന്നു. കേരള കോൺഗ്രസ് പ്രവർത്തകർ വേദനിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബിജു രമേശ് ആരോപണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി KM മാണി നേരിട്ട് ടെലിഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ കൂടി പുറത്തിറക്കുമെന്ന ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ KM മാണി രാജിവെക്കേണ്ടി വരും എന്നും, അങ്ങനെ വരികയാണെങ്കിൽ CF തോമസ് ആയിരിക്കണം, കാരണം അദ്ദേഹം ആണ് പാർട്ടിയിലെ സീനിയറായ നേതാവ് എന്ന് ശ്രീ PC ജോർജ് കരുതുന്നതിൽ തെറ്റുണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് ഇപ്പൊ ഈ ഭരണത്തിന്റെ പ്രതിച്ഛായ തകരുന്നു എന്നൊക്കെ പറയുന്നത് അത് നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ്. എന്ത് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ 4 വർഷമായി കേരളീയ സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് സമൂഹത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ എത്ര കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ്. പക്ഷെ അതൊക്കെ കളഞ്ഞിട്ട് വിവാദങ്ങളും പ്രശ്നങ്ങളും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ തെറ്റുന്നു ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ ശരിയായ തെളിവ് വേണം. വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കളും അംഗീകരിക്കുമല്ലോ ശ്രീ CF തോമസ്. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ റെക്കോർഡാണ്. അതൊക്കെ PRDയുടെ വാർത്താക്കുറിപ്പിൽ പറയാൻ കൊള്ളാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടില്ലേ? കേരള കോൺഗ്രസുകാർ വേദനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഗവൺമെന്റിന്റെ നേട്ടങ്ങൾക്ക് പ്രചരണം കിട്ടുന്നില്ല, അതേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഗവൺമെന്റിന്റെ നേട്ടങ്ങൾക്ക് പ്രചരണം കിട്ടുന്നില്ല എന്നൊക്കെ ഇലക്ഷനിൽ തോറ്റു കഴിയുമ്പോൾ സാധാരണഗതിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും അല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. KM മാണിക്കെതിരായ ബാർകോഴ ആക്ഷേപം, അതേ തുടർന്ന് ബിജു രമേശ് പുറത്തുവിട്ട തെളിവുകൾ, ഇതെല്ലാം തന്നെയും കേരള കോൺഗ്രസിന്റെയും ഗവൺമെന്റിന്റെയും പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ശ്രീ PC ജോർജിന്റെ സുചിന്തിതമായ അഭിപ്രായം. എല്ലാവർക്കും വ്യക്തമായ അഭിപ്രായങ്ങൾ വേണമല്ലോ. ഞാനും PC ജോർജ് ചിന്തകള് പല കാര്യങ്ങളിൽ ഒരുപോലെ ചിന്തിക്കുന്നവരോ പല വിഷയങ്ങളിലും, പക്ഷെ പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉള്ളവരാ ഞങ്ങള്. അതൊക്കെ സ്വാഭാവികമല്ലേ? ഈ പ്രതിച്ഛായ വിഷയത്തിൽ ശ്രീ PC ജോർജിന് ഒപ്പമാണോ അതോ വ്യത്യസ്തമായി ചിന്തിക്കുകയാണോ താങ്കൾ? ഗവൺമെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കാൻ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഉദ്ദേശം ഉണ്ടായിരിക്കാം. അതാണ് PC ജോർജ് പറയുന്നത്.
പി സി ജോർജ് മന്ത്രിസ്ഥാനം, ചെയർമാൻ സ്ഥാനം മാണി കഴിഞ്ഞാൽ ജോസഫിന്, ജോസഫ് കഴിഞ്ഞാൽ CF തോമസിന്, CF തോമസ് കഴിഞ്ഞാൽ പി സി ജോർജ്, ഇതാണ് നേതൃനിര. ഈ ലൈനിൽ ഇടയിൽ കയറാൻ ആരെയും അനുവദിക്കില്ല എന്നാണോ താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? അത് പ്രൊപ്പറേറ്റ് അനുസരിച്ച് പോകണം. ഞാൻ പറഞ്ഞ CF തോമസ് സാറിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നികേഷോട് പറയാം. അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനങ്ങൾ വഹിച്ച് 24 മണിക്കൂറും കേരള കോൺഗ്രസിന് വേണ്ടി ഓടി നടന്ന് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തെ ഇപ്പോഴും കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രമായി പിടിച്ചു നിർത്തിയിരിക്കുക. ചെയ്യാവുന്ന പാര മുഴുവൻ അദ്ദേഹത്തിന് ചെയ്യാൻ ചില മാന്യന്മാർ ഇവിടെ നടപ്പുണ്ട്. ആ പാരയും വഴക്കും ഒക്കെ ഉള്ളപ്പോഴും നിർവികാരനായി ഒരു സാത്വികനായി ഒരു പാവം പൊതുപ്രവർത്തകനായി ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് പാവം ഓടി നടക്കുക. അങ്ങനെ ഒരു പാവം മനുഷ്യനുള്ളപ്പോൾ മന്ത്രിയായി പരിചയമുള്ളവൻ, പേര് ദോഷം കേൾപ്പിക്കാത്തവൻ, അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് കൊള്ളാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അതിനകത്ത് ആരും എന്നോട് പണങ്ങണ്ട, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാം. ജോസ് കെ മാണി ഇല്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും CF തോമസ് നേതൃനിരയിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും സാധ്യത. ആ വാദം ഒരുപക്ഷെ കേരള കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കുമായിരിക്കും പി സി ജോർജ്. പക്ഷേ എൻ്റെ ചോദ്യം അതായിരുന്നില്ലല്ലോ. മന്ത്രിസ്ഥാനത്തും ചെയർമാൻ സ്ഥാനത്തും ഇനി ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം മാണി, അത് കഴിഞ്ഞാൽ ജോസഫ്, അത് കഴിഞ്ഞാൽ CF തോമസ്, അത് കഴിഞ്ഞാൽ പി സി ജോർജ്, ഈ ലൈനിൽ വേറെ ആരെങ്കിലും കയറി വരുമോ, ലൈൻ തെറ്റിച്ച് വരുമോ എന്നൊരു സംശയം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ താങ്കൾ ടാർഗറ്റ് ചെയ്തത്. കേരള കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഇനി പണ്ട് കാലത്തൊക്കെ അങ്ങനെ വന്നാണല്ലോ 16 കഷ്ണമായിട്ട് പോയത്. ഇനി ഇതിനെ കണ്ടിക്കാനൊന്നും പി സി ജോർജ് ജീവിച്ചിരിക്കുമ്പോൾ കൂട്ടു നിൽക്കല, ഇതിനെ കണ്ടിക്കാനും സമ്മതിക്കല. ഇടയ്ക്കൊന്നും ആരും കയറണ്ട, നിൽക്കുന്നിടത്തൊക്കെ അങ്ങ് നിന്നോണ്ടാ മതി. ഞാൻ CF തോമസ് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ CF തോമസ് ചെയർമാനായ പാർട്ടിയിലാണ് PC സെക്യുലർ പാർട്ടി ലയിച്ചത്. PJ ജോസഫ് ഗ്രൂപ്പ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ കൂടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ മാണി സാറിനെ ചെയർമാനാക്കി മാറ്റിയത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. CF തോമസ്, താങ്കൾ അധ്യക്ഷനായ പാർട്ടിയിലേക്കാണ് പി സി ജോർജ് സെക്യുലർ പാർട്ടിയെ ലയിപ്പിച്ചത്. അപ്പോൾ താങ്കൾ അവിടെ ചങ്ങനാശ്ശേരി MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ പി സി ജോർജ് അങ്ങനെ ഒരു പദവി ഒഴിയുമ്പോൾ അദ്ദേഹം ക്ലെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്, താങ്കൾ ആ പദവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് പി സി ജോർജിൻ്റെ നല്ല മനസ്സായി താങ്കൾ കാണുന്നുണ്ടോ, അതോ മാണി ഇറക്കാനുള്ള കുതന്ത്രമാണോ? ഞാൻ പി സി ജോർജിന്റെ പ്രൊപ്പോസലിലൊക്കെ അദ്ദേഹം പറയണ്ടേ, ഞാനല്ല ഇപ്പഴീ വിവാദം ഇപ്പോഴിങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്കൊരു തോന്നലില്ല കേട്ടോ. കാരണം അതുപോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പം CF തോമസ്, കെ മാണി രാജിവെക്കുക എന്നുള്ളത് നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് ഒന്നും ഉറപ്പിച്ച് പറയുകയല്ല പി സി ജോർജ്. ഇപ്പോഴും കെ മാണി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് പി സി ജോർജ്. പക്ഷേ കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പുതിയ തെളിവുകൾ പുറത്തു വരികയാണെങ്കിൽ, അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ പരിഗണിക്കേണ്ട ആളുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയിൽ പി സി ജോർജിന്റെ വാദം, പി സി ജോർജിന്റെ നിർദ്ദേശം താങ്കൾ അംഗീകരിക്കുമോ? ഏതായാലും ബഡ്ജറ്റ് പഠിപ്പനയിലാണ് അദ്ദേഹം ചെയർമാൻ സാർ. ആ ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റ് ആയിരിക്കട്ടെ, അത് നന്നായിരുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്നല്ല പ്രത്യാശിക്കാതെ ഞാനിപ്പോ ആ വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. ഇപ്പം ഈ ഇത്രയും വലിയ ഒരു അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ആര് വരുമെന്നുള്ളത് അത്ര വലിയ ഉത്കണ്ഠയ്ക്ക് കാര്യമുണ്ടോ? പക്ഷെ കേരളത്തിലെ ഒരു ധനമന്ത്രി ആവുക എന്ന് പറയുമ്പോൾ അതിന് യോഗ്യനാണോ താങ്കൾ? സ്വയം നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ, എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന നിലയിൽ താങ്കൾ യോഗ്യനാണെന്ന് സ്വയം തോന്നുന്നുണ്ടോ? ഞാനിപ്പോ അതിന് ഏത് മറുപടി പറഞ്ഞാലും ഇപ്പം അതെടുത്ത് മറ്റു തരത്തിൽ പ്രയോഗിക്കുന്നത് അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയമല്ല. ഇപ്പോഴത്തെ വിഷയം ഗവൺമെന്റ് സാർ മന്ത്രിസ്ഥാനം തുടരട്ടെ, മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലത്. പി സി ജോർജ്, CF തോമസ് മൂത്ത് പഴുത്തു എന്നാണ് താങ്കൾ കോട്ടയത്തും പത്തനംതിട്ടയിലും പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ ടേമോടുകൂടി അല്ലെങ്കിൽ വളരെ കുറച്ച് കാലത്തിനുള്ളിൽ CF തോമസ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്നും അടുത്ത ടേമിൽ ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ തനിക്കായിരിക്കുമെന്ന ഒരു ദുഷ്ടബുദ്ധി താങ്കളുടെ മനസ്സിലില്ലേ? ഇല്ല ദിയേഷ്, ഞാൻ പറഞ്ഞ മൂത്ത് പഴുത്തു എന്ന് പറഞ്ഞാൽ നല്ല മാമ്പഴം നല്ല പഴുത്തിരിക്കുക കാണാൻ എന്ത് രസമാണ്. അതുപോലെ നല്ല മാങ്ങാപ്പഴം ഓറഞ്ച് നല്ല നിറമായിട്ടിരിക്കുക. അതുപോലെ സംശുദ്ധിയുടെ പ്രതീകമായി CF തോമസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാൻ നിൽക്കുകയാണ്. ഞാൻ ധനകാര്യമന്ത്രിയായിട്ട് CF തോമസ് വേണമെന്ന് പറഞ്ഞില്ല, അതും തെറ്റിദ്ധരിക്കണ്ട. ഒരു മന്ത്രിസ്ഥാനം മാണി സാർ എഴുതി വെച്ച് രണ്ടാമതൊരു മന്ത്രിസ്ഥാനം വരുന്നെങ്കിൽ അത് CF തോമസ് സാറിനാണ് അർഹത എന്നാണ് ഞാൻ പറഞ്ഞത്.
ധനകാര്യ വകുപ്പ് ആർക്ക് വേണമെന്നുള്ളത് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ ഉൾപ്പെടെ ഞങ്ങൾ ഇരുന്ന് അതായത് ചർച്ച പി ജെ ചെയ്തു. ജോസഫ് ധനമന്ത്രി സ്ഥാനത്തിന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ പി ജെ ജോസഫ് ആയിരിക്കും. ഇല്ല, നീ അതൊരു തർക്കം വേണ്ടെന്നീ, അതിനൊന്നും തർക്കമൊന്നും വരാൻ സാധ്യതയില്ല. 2 മന്ത്രിസ്ഥാനമാണെങ്കിൽ ഇത് ഈ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് CF തോമസ്, അതാ ഒരു മര്യാദ. അത് ഞാൻ പറഞ്ഞു. 3ാമത് വരുമ്പോഴാണ് പിന്നത്തെ ആലോചിക്കേണ്ടത്. 2 ഉള്ളല്ലോ, 3 വരുമ്പോൾ അന്നേരം ആലോചിക്കാം. ഇവിടെ മാണി ബജറ്റ് അവതരിപ്പിച്ചാൽ കേരള നിയമസഭ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് മുന്നറിയിപ്പ് നൽകിയ സ്ഥിതിക്ക് ഒന്നുകിൽ പി ജെ ജോസഫ് അല്ലെങ്കിൽ CF തോമസ് എന്ന നിലയിലേക്ക് തന്നെയാണ് കേരള കോൺഗ്രസ് ചിന്ത പോകുന്നത്. അല്ല, നീ കോടിയേരി അങ്ങനെ പറയാൻ പാടില്ല. കോടിയേരി, എനിക്ക് കോടിയേരിയോടുള്ള റിക്വസ്റ്റ് അതാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിക്കകത്തെ പ്രശ്നമൊക്കെ ഏകദേശം ഒന്ന് പരിഹരിച്ചൊക്കെ വരിക. അതിനിടയ്ക്ക് ചുമ്മാ ആവശ്യമില്ലാത്ത നിയമസഭയുടെ ആ പാരമ്പര്യം കളഞ്ഞു കുളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മര്യാദയാണ്. മാണി സാർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനാണ്, മന്ത്രിയാണ്. അദ്ദേഹത്തെ നിഷ്പക്ഷമായ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കണം. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ? ചെയ്യരുത് കോടിയേരി. മാനിഷാദ കാട്ടാളാന്ന് വിളിച്ചൊന്ന് കോടിയേരി നാളെ എന്നോട് വഴക്കുണ്ടാക്കല്ലേ. ഞാൻ അർത്ഥം മനസ്സിലായല്ലോ. ചെയ്യരുത് കോടിയേരി. അദ്ദേഹം പ്രവർത്തിച്ച് പോട്ടെ, അയാൾ അനുവാദം കൊടുക്കൂ. ഇതാണ് എൻ്റെ റിക്വസ്റ്റ്. പക്ഷേ പി സി ജോർജ്, ഞാൻ അല്പം പഴക്കമുള്ള വിഷയത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ജോസ് കെ മാണി അത് നിഷേധിച്ചുവെങ്കിൽ പോലും ലാലു പ്രസാദ് യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ റാബ്രി ദേവിയാണ്, അടുക്കളക്കാരിയായ അടുക്കളപ്പണി മാത്രം ചെയ്ത് ശീലമുള്ള റാബ്രി ദേവിയാണ് ആ സ്ഥാനം ഏൽപ്പിച്ചിട്ടുള്ളത്. മാണി സാറിന് ഇനി ഒരു ഒഴിയേണ്ടി വന്നാൽ അതും ഹൃദയവേദനയോടുകൂടിയാണ് ഒഴിയേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വന്തം മകനാണ് അവിടെ ഇരിക്കുന്നത് എന്നൊരു സന്തോഷമെങ്കിലും അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ എന്ന് എന്തുകൊണ്ട് താങ്കൾ ആഗ്രഹിച്ചില്ല? അത് കേരള കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് എൻ്റെ കാര്യം ഞാനിങ്ങനെ എൻ്റെ മകനെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലെ ഈരാറ്റുപേട്ട ഡിവിഷൻ നിർത്താൻ വേണ്ടി എല്ലാവരും ഓടി നടന്നല്ലോ. ബഹുമാനപ്പെട്ട മാണി സാർ പോലും എന്നെ വിളിച്ചു പറഞ്ഞു, ജോർജ് എന്തിനാ ഷോണിനെ നിരുത്സാഹപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞു, മാണി സാർ എന്നോട് ക്ഷമിക്കണം. കേരള കൗമുദി പത്രം ഫ്രണ്ട് പേജിൽ അവൻ്റെ പടം സഹിതം അടിച്ചു തന്നു, സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. ഞാൻ പറഞ്ഞു അല്ല, കാരണം എൻ്റെ നിയോജകമണ്ഡലമാണ്. അവനേക്കാൾ കൂടുതൽ കേരള കോൺഗ്രസിന് വേണ്ടിയും ആത്മാർത്ഥമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവനെ എൻ്റെ മകനാണെന്നും പറഞ്ഞ് അവനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നതിൻ്റെ മര്യാദ എന്താ? നോ. ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു നോ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് നിലവിൽ താങ്കൾ MLA ആയിരിക്കുമ്പോൾ, പക്ഷെ പൂഞ്ഞാറിൽ താങ്കൾ ഒഴിയേണ്ടി വന്നാൽ ഷോണിനെയല്ലേ പിടിച്ചവിടെ ഇരുത്തുക? ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾ, നിയോജക മണ്ഡല കമ്മിറ്റികളിലേക്ക് ഒരാൾ ഷോൺ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അവർ പറയുന്ന ആരാണോ, ബഹുഭൂരിപക്ഷം പോരാ, ഒരു നിർണായകമായ ഒരു വ്യക്തി, പാരമ്പര്യമുള്ള ഒരു വ്യക്തി ഇവനെ വേണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. കേരള കോൺഗ്രസ് മുഴുവൻ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നേതൃയോഗത്തിലെ ഭൂരിപക്ഷം പേര് ആവശ്യപ്പെടുകയാണ് ജോസ് കെ മാണി വരട്ടെ എന്ന്. അതിനിടയിൽ അങ്ങനെ ഒരു നേതൃയോഗം തീരുമാനിക്കുന്നതിന് മുമ്പ് താങ്കൾ കയറി പറയുകയാണ് ജോസ് കെ മാണി വേണ്ട എന്ന്. ഇവിടെ PT ചാക്കോയുടെയും KM ജോർജിൻ്റെയും മക്കൾ സജീവ രാഷ്ട്രീയത്തിലും കേരള കോൺഗ്രസിൻ്റെ തലപ്പത്ത് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയോട് ഇത്ര വിരോധം PC ജോർജ് താങ്കൾക്ക്? നികേഷിനെ പോലെ പരിണിതപ്രജ്ഞനായ കേരളത്തിൽ ഏറ്റവും തലമുതിർന്ന മാധ്യമ സുഹൃത്തായ നികേഷ് ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇവിടെ PC തോമസിനെ മാണി സാറ്, ജോർജ് സാറിൻ്റെ ആളുകളായിട്ട് ജോസഫ് ഗ്രൂപ്പ് നടന്നപ്പോൾ ഞങ്ങൾക്കിട്ടൊന്ന് അടിക്കാൻ വേണ്ടി, POS വിട്ടൊന്ന് അടിക്കാൻ വേണ്ടി അവിടെ വക്കീൽ പണി കൊണ്ട് നടന്ന് PC തോമസിനെ കൊണ്ട് നടന്നു. എന്ത് ചെയ്യും ഇപ്പോൾ? അങ്ങനെ ഇപ്പോൾ ഏതൊക്കെ പാർട്ടിയിൽ പോയി അങ്ങനെ റബ്ബർ കെട്ടി ഉരുളും. റബ്ബർ കെട്ടി ഉരുളി MRFന് വേണ്ടി വർത്തമാനം പറയും, റബ്ബർ വ്യവസായിക്ക് വേണ്ടി വർത്തമാനം പറയും, റബ്ബർ കൃഷിക്കാരന് വേണ്ടി വർത്തമാനം പറയും. അത് കഴിഞ്ഞ് BJP കൂടത്തിൽ പോയി. ഇപ്പോൾ BJPയെ കാണാൻ പാടില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടത്തിലേക്ക് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് നിൽക്കുക. ഇതൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. KSU പ്രവർത്തകരായിരുന്ന PC തോമസിനെ മാണി നമുക്ക് ആ വിഷയത്തിലേക്ക് അധികം പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. CF തോമസ്, ജോസ് കെ മാണി പകരം വന്നാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരേണ്ടത് നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് തീരുമാനിക്കാൻ അവകാശമില്ലേ? പക്ഷെ ഒരു MP MLA ആയി പറന്നിറങ്ങുക എന്നൊന്നും പറയുന്നത് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയില്ല എന്തായാലും. അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പം ഒരു പാർട്ടിയുടെ ഒരു വിഷയം ഏതെങ്കിലും ആകട്ടെ, ഏത് സ്ഥാനത്തേക്കുള്ളതാകട്ടെ, അത് തീരുമാനിക്കുന്നത് പാർട്ടി ഫോറം അല്ലേ. ഒന്നാമത് തന്നെ അതൊന്നും തീരുമാനിക്കാനോ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ ഇപ്പോഴും. അങ്ങനെ ആവശ്യമില്ലല്ലോ. എന്താ അങ്ങനെയാണെങ്കിലും പാർട്ടി ഫോറങ്ങൾ കൂടിയല്ലേ ഇതൊക്കെ ആലോചിക്കുക. ശ്രീ T സിദ്ദിഖ്, സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. AK ആന്റണി ഇടപെടണം. ഒരു പുനഃസംഘടന ആവശ്യമാണെങ്കിൽ അത് നടത്തണം
എന്നൊക്കെയാണ് ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് പറയുന്നത്. കോൺഗ്രസ് ഇത് PC ജോർജും കെ മാണിയും തമ്മിലുള്ള കളിയാണെന്ന് വിചാരിച്ച് മാറി നിന്ന് നോക്കുകയാണോ, അതോ PC ജോർജിന് ഇങ്ങനെ ഒരു ആശയമുണ്ട്, അത് നല്ല ആശയമാണെങ്കിൽ നടപ്പാക്കി കൊടുക്കുക എന്നൊരു മുന്നണി മര്യാദ, ആ മുന്നണി മര്യാദ പാലിക്കണ്ടേ? അല്ല, പ്രതിച്ഛായയുടെ അസസ്മെന്റ് നടത്താനൊന്നും ഗവൺമെന്റ് ചീഫ് വിപ്പിനെ UDF ഒന്നും നിയോഗിച്ചിട്ടൊന്നുമില്ല. ഈ പാർട്ടിയിൽ നിയോഗിച്ചിട്ടില്ല, ഈ മുന്നണിയിൽ നിയോഗിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ആരും തൃണവൽക്കരിക്കുന്നുമില്ല. പക്ഷെ കേരളത്തിലെ UDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും വളരെ സ്തുത്യർഹമായ രീതിയിൽ ഇന്നും കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് പ്രവർത്തനത്തിൽ ഒരു രീതിയിലുള്ളതായിരിക്കുന്ന ഇടവും വന്നിട്ടില്ല, ഇടിവും വന്നിട്ടില്ല. ഇവിടെ നടക്കുന്ന സമരമുണ്ട്. ആ സമരത്തെ മുഖവില കുറച്ചുകൊണ്ട് വില കുറച്ച് കാണാനും ആഗ്രഹിക്കുന്നില്ല. എന്താണ് ആ സമരം? ആ സമരം മാണി സാറിനെതിരായിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് എന്താ? ഇവിടെ ഒരു വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട്. ആ എൻക്വയറി റിപ്പോർട്ട് വരുന്നത് വരെ കാത്തു നിൽക്കട്ടെ. ഇവരുടെ കയ്യിൽ ഏറ്റവും വലിയ ഉപകരണമാണല്ലോ ബിജു രമേശ്. ആ ബിജു രമേശിനോട് ആദ്യം ഇവർ പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശം, വിജിലൻസ് അന്വേഷണത്തിന്റെ മുമ്പിൽ എല്ലാ തെളിവും ഹാജരാക്കണം. അദ്ദേഹം 2 ദിവസം മുമ്പ് ഒരു ടാപ്പ് ഹാജരാക്കിയല്ലോ കേരളത്തിൽ. ശ്രീ നികേഷ് ആണല്ലോ അത് ബ്രേക്ക് ചെയ്തത്. നികേഷ് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ. ഒരു കാര്യം പറയട്ടെ, ആ ടാപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിടണമല്ലോ. ആ ടാപ്പ് എഡിറ്റ് ചെയ്തതാണോ, അത് യഥാർത്ഥത്തിലുള്ളതാണോ, അതിന്റെ ശബ്ദ പരിശോധന. ഇപ്പൊ സ്വാഭാവികമായും ഇതൊക്കെ ആദ്യം തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ അന്വേഷണം പുരോഗമിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഒരു അജണ്ടയുണ്ട്. അന്വേഷണം പൂർത്തീകരിക്കപ്പെടരുത്, അന്വേഷണം ഇവിടെ ദൈർഘ്യവുമായി നീണ്ടുപോകണം. അദ്ദേഹം പറഞ്ഞതുപോലെയുള്ളതായിരിക്കുന്ന ഒരു തെളിവുകളും അന്വേഷണ സംവിധാനത്തിന് മുമ്പിൽ കൊടുക്കുന്നില്ല. ഇവിടെ ആകെ നടക്കുന്നത് വിധികർത്താക്കളാകുന്നു, കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നു, മാണി കുറ്റവാളിയാണെന്ന് പറയുന്നു. കുറ്റവാളി എന്തിന്റെ അടിസ്ഥാനത്തിൽ? മാണിക്ക് പണം നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉപകാരം അവർക്ക് കിട്ടണം. അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ബാർ ഉടമകൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ബാർ തുറക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടോ? UDF ഒന്നിച്ചെടുത്ത തീരുമാനം എങ്ങനെ ഒരു മന്ത്രിക്ക് മാത്രം ഇളവ് അനുവദിക്കാൻ പറ്റും? അപ്പൊ ഇവിടെ ഒരു കാര്യം കൃത്യമായി നടന്നു. എന്താണ്? ഒരു വലിയതായിരിക്കുന്ന UDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചന, അത് പ്രതിപക്ഷമാണ് നടത്തിയത്. അതിന്റെ ഉപകരണമാണ് ബിജു രമേശ്. ഈ സമരത്തെ രാഷ്ട്രീയമായും നിയമപരമായും UDF നേരിടും. ശ്രീ മാണി സാർ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഈ സമരവും കേരളത്തിൽ പരാജയപ്പെട്ട സമരത്തിന്റെ പട്ടികയിലേക്ക് ഈ സമരം പോകും. തർക്കം നിങ്ങൾക്ക് വേണ്ട. ശ്രീ T സിദ്ദിഖ്, ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ ജോയ് എബ്രഹാം, ശ്രീ PC ജോർജ്, ശ്രീ ജേക്കബ് ജോർജ്, വളരെ നന്ദി 8 അവറിൽ പങ്കെടുത്തതിന്.